നമസ്കാരം. ഓം നമ ശിവായയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1201 ആണ്ട് അശ്വതി നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ വരുന്ന ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ പുതുവർഷ ഫലം. 2025 ഓഗസ്റ്റ് 17 മുതൽ 2026 ഓഗസ്റ്റ് 16 വരെയാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു അശ്വതി നക്ഷത്രക്കാരനോ അശ്വതി നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മാറുന്നൊരു സമയമാണ്. ആരോഗ്യപരമായി ബുദ്ധിമുട്ടിലായിരുന്ന എല്ലാവർക്കും അവരുടെ ആരോഗ്യനില കൂടുതലായി മെച്ചപ്പെടുന്നത് അനുഭവപ്പെടും. നിങ്ങൾക്ക് ഒരുപാട് അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. സുഖവും ജയവും ഒരുമിച്ച് ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ഏതു മേഖലയിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും അവിടെയെല്ലാം വിജയം, സന്തോഷവും അംഗീകാരവും ലഭിക്കുന്നതാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചിങ്ങം മുതൽ സമൃദ്ധിയുടെ വർഷമാണെന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിലെ ഒരുമാതിരിപ്പെട്ട ദുഃഖ ദുരിതങ്ങളൊക്കെ തീരാൻ പോകുന്നു. കുറച്ച് നാളുകളാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. ജീവിതത്തിൽ മുടങ്ങിക്കിടന്ന ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാലമായിട്ട് ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ നടത്തി തരുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. ഇഷ്ടതൊഴിൽ ലബ്ധി. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മത്സര പരീക്ഷകളിലൊക്കെ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. PSC തുടങ്ങിയ എക്സാമൊക്കെ എഴുതിയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ തേടുന്ന ആൾക്കാർക്കാണെങ്കിൽ വിദേശത്ത് തൊഴിൽ ലഭിക്കാനും വിദേശ യാത്രയ്ക്കും സാധ്യത കാണുന്നു. സാമ്പത്തിക ഉയർച്ച കൈവരും. കാര്യവിജയം, അംഗീകാരങ്ങൾ, പ്രശംസകൾ ഒക്കെ ലഭിക്കുന്ന സമയമാണ്. കുറേ നാളുകളായിട്ട് വിവാഹമൊക്കെ നടക്കാതിരുന്ന വ്യക്തികളാണെങ്കിൽ വിവാഹ യോഗം കാണുന്നുണ്ട്. അതേപോലെ തന്നെ സന്താനങ്ങളൊന്നും ഇല്ലാതിരുന്ന ദമ്പതികൾക്ക് സന്താന യോഗവും ഉണ്ടാവുന്നതാണ്. വീട് വയ്ക്കാനും വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് കൈവരുന്നതാണ്. രാഷ്ട്രീയക്കാർ, ഇവർക്കൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ഒരുപാട് നേട്ടങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. കുടുംബത്തിൽ പൊതുവെ സന്തോഷമായിട്ടുള്ള അവസ്ഥയായിരിക്കും. ബന്ധുമിത്രാദികളിൽ ചിലരൊക്കെ ശത്രുക്കളായിത്തീരുന്നത്, ചില തർക്കം, വഴക്ക്, പിണക്കം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തിക ഉയർച്ച കിട്ടുന്ന വർഷമായിരിക്കും. പുതിയ സംരംഭങ്ങളൊക്കെ, അതായത് ബിസിനസ്സൊക്കെ ചിങ്ങം കഴിഞ്ഞ് തുടക്കമിട്ടാൽ അനുകൂലമായി വരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ധനപരമായിട്ട് ഒരുപാട് കടങ്ങൾ, ബാധ്യതകൾ, പണയം ഇതൊക്കെ ഉള്ളവർക്ക് അതൊക്കെ തീർക്കാനും ഈ കടങ്ങളൊക്കെ തീർത്ത് സാമ്പത്തികമായിട്ടൊരു സ്റ്റേബിളാകാനും ഒക്കെ സാധിക്കുന്ന സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സാധ്യത കാണുന്നുണ്ട്. പ്രണയബന്ധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില റിലേഷൻഷിപ്പുകൾ ഇതൊക്കെ ഉണ്ടാകാൻ, ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും ഇതുമൂലം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു. ഒരു സമയത്തിലൂടെയാണ് അശ്വതി നക്ഷത്രം കടന്നു പോകാൻ പോകുന്നത്. കേസ്, കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വരാനുള്ള സാധ്യത കാണുന്നു. രോഗശാന്തി കാണുന്നുണ്ട്. കർമ്മ മേഖലയിൽ, അതായത് നിങ്ങളുടെ തൊഴിലിൽ പ്രൊമോഷൻ ഒക്കെ ലഭിക്കാൻ സാധ്യത കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഉയർച്ച ഇഷ്ടപ്പെടാത്ത ശത്രുക്കളുടെ എണ്ണവും കൂടി വരും. വളരെയധികം ശ്രദ്ധിക്കണം. ശത്രുദോഷം മാറാൻ പരിഹാര മാർഗം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ചിങ്ങം പിറക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചിങ്ങം തുടങ്ങി ആദ്യത്തെ ഒരാഴ്ച അമ്പലത്തിൽ പോയി ഈ പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും. ഈ പുതുവർഷം എല്ലാം കൊണ്ടും രോഗശാന്തിയും ഐശ്വര്യവും കുടുംബജീവിതത്തിൽ സന്തോഷവും കൊണ്ടുവരുന്ന ഒരു വർഷമായി തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ വന്നു ചേരാൻ പോകുന്നൊരു സമയമാണ്. ശിവക്ഷേത്രം ഒക്കെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ പറ്റുമ്പോഴൊക്കെ ശിവക്ഷേത്രത്തിൽ പോകുന്നത് അത്യുത്തമമാണ്. അതേപോലെ തന്നെ മാസത്തിലൊരിക്കൽ ശിവക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങളുടെ പേരിൽ സൂക്ത പുഷ്പാഞ്ജലി, ഒരു കൂവളമാലി സമർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം പൂർണ്ണമാക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് ശത്രുദോഷം കാണുന്നുണ്ട്. അപ്പോൾ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കൽ എന്ന വിധം രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും അത്യുത്തമമായിരിക്കും.
ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഗുരുവിൻ്റെ പ്രാർത്ഥനയും നിങ്ങളെ പങ്കുചേർക്കാൻ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും കുറിക്കുക.